അപ്പം അതുപോലെ തന്നെ ഈ അനന്തരാവകാശത്തിൽ എനിക്ക് ശേഷം ഒരു വാപ്പ ആശങ്കിക്കാണ്, എനിക്ക് ശേഷം എൻ്റെ മക്കൾ ഈ അനന്തരാവകാശത്തിൻ്റെ കാര്യത്തിൽ പരസ്പരം പ്രശ്നമാവുമോ എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് മരണത്തിന് മുമ്പ് തന്നെ ഇത് അനന്തരാവകാശ മക്കൾക്ക് അതിൻ്റെ യഥാർത്ഥ രീതിയിൽ വീതം വെച്ച് കൊടുക്കാനുള്ള അനുവാദം ഉണ്ടോ? അനന്തരാവകാശം എന്ന് പറയുന്നത് തന്നെ മരണപ്പെട്ട ശേഷം പരേതൻ്റെ സ്വത്തിനാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അനന്തരാവകാശം വീതിക്കുക എന്ന ചോദ്യത്തിന് തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം അനന്തരാവകാശം എന്ന് പറയുന്നത് തന്നെ മരണശേഷം പരേതൻ്റെ സ്വന്തം സ്വത്തിനെ പറ്റിയിട്ടാണ്. ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്നതിന് ഹിബ എന്നാ പറയുക, ഇഷ്ടദാനം എന്ന് പറയും. അവിടെ തമ്മിൽ ശ്രദ്ധിക്കേണ്ടത്, ഇഷ്ടദാനം എന്നത് മക്കൾക്കിടയിൽ വിവേചനമില്ലാതെ കൊടുക്കണം. എത്രത്തോളം പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗവും പറയുന്നത് ആൺപെണ്ണ് വ്യത്യാസം പോലും പാടില്ല എന്നാണ്. എന്നുവെച്ചാൽ ഒരു വാപ്പ മകളെ കെട്ടിക്കുമ്പോൾ 100 പവൻ സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്കൊരാങ്ങളുണ്ടെങ്കിൽ ആ 100 പവന് തുല്യമായത് ആങ്ങളക്കും വാപ്പ കൊടുക്കണം. ഒരു മകന് വീടെടുക്കാൻ വേണ്ടി 10 സെൻറ്റ് സ്ഥലം വാപ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ മക്കൾക്ക് അവർക്കും കൊടുക്കണം 10 സെൻറ്റ്. അത് ജീവിതകാലത്ത് അത് സാധാരണ അങ്ങനെ സംഭവിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാവാൻ വേണ്ടിയിട്ട്. അത് ജീവിതകാലത്ത് ഇപ്പൊ ഒരു വാപ്പ ഒരു മകന് സ്കൂളിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപ കൊടുത്തു, ബാക്കിയുള്ള മക്കൾക്കൊന്നും കൊടുത്തിട്ടില്ല. അതേപോലെ മകൾക്ക് എന്തെങ്കിലും ഒരു വീട് വെക്കാൻ സഹായിച്ചിട്ടുണ്ടാവും. ആ സഹായിച്ച സംഖ്യയൊക്കെ ഇപ്പോ അനന്തരാവകാശം വീതം വെക്കുമ്പോ പരിഗണിക്കൂല. ഇല്ല, ഒട്ടും പരിഗണിക്കൂല. എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു മോക്ക് വിവാഹം ചെയ്യുമ്പോൾ 100 പവൻ വാപ്പ കൊടുത്തെന്ന് വിചാരിക്കുക. വാപ്പ മരിച്ചാൽ ആങ്ങൾക്ക് കിട്ടണതിൻ്റെ പകുതി ഈ 100 പവൻ്റെ പുറമെ ഓക്ക് കിട്ടും. ഓക്ക് അവകാശമുണ്ട്, ഓള് വേണ്ടാന്ന് പറഞ്ഞാൽ അതോളം ഔദാര്യം മാത്രമാണ്. അതേപോലെ ജീവിതകാലത്ത് ഒരു മകന് വീടുണ്ടാക്കാൻ വേണ്ടി വാപ്പ 10 സെൻറ്റ് കൊടുത്തെന്ന് വിചാരിച്ചോ, വാപ്പാൻ്റെ മരണശേഷം ഈ കിട്ടിയ മകനും കിട്ടാത്ത മകനും തുല്യമായിട്ടേക്കും വാപ്പാൻ്റെ അനന്തര സ്വത്ത് വീതിക്കുക. നിയമം അങ്ങനെയാണ്. ഈ മകൻ വിട്ടുകൊടുത്താൽ അത് അവൻ്റെ ഔദാര്യം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ഗൗരവമുള്ള താക്കീതാണുള്ളത്. അത് ഉണ്ടാകാൻ ആ താക്കീത് വരുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ഭാര്യ മരിക്ക് ശേഷം വേറൊരു ഭാര്യയെ വിവാഹം ചെയ്തു. അദ്ദേഹത്തിന് ആ ഭാര്യയിലുണ്ടായ മകനാണ് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു. ചെറിയ കുട്ടിയായിരുന്നുകൊണ്ട് രണ്ടാം ഭാര്യ മോനൊന്നും കിട്ടാൻ സാധ്യതയില്ല, നിങ്ങൾ മോൻ എന്തെങ്കിലും കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം അതിങ്ങനെ കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞു. ആദ്യം ഒന്ന് കൊടുത്ത് പിന്നെ ഒരു അടിമയെ കൊടുക്കാമെന്ന് പറഞ്ഞു, അത് കൊടുത്തില്ല. പിന്നെ തോട്ടാണെന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും ആദ്യത്തേത് അങ്ങനെ പോയപ്പോൾ രണ്ടാമട്ടം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഇനി നിങ്ങളെ ഞാൻ വിടൂല എന്ന് ഭാര്യ പിന്നാലെ കൂടി. അപ്പോൾ പറഞ്ഞു, ഞാൻ കൊടുത്തോളാം. എന്താ കൊടുക്കുക? ഞാനിങ്ങനെ ഒരു തോട്ടം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു അടിമയെ കൊടുക്കാം. അപ്പോൾ ഈ ഭാര്യ വളരെ സമർത്ഥയാണ്. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ പോരാ, ഇതിന് അള്ളാൻ്റെ റസൂലിനെ സാക്ഷി നിർത്തണം, എന്നാലേ ഞാൻ അംഗീകരിക്കുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുക, അകുല്ല വലദക അഅതൈത മിസ്ല ഹാദാ, നീ നിൻ്റെ എല്ലാ മക്കൾക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ? ഖാലല, ഇല്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദൻ ലാ തുശ്ഹിദിനി അലാ ജൂർ ഇശ്ഹദു അലൈഹി ഗൈരി, എന്നാൽ അതിന് വേറെ ആളെ നോക്കിക്കോ, ഈ അനീതിക്ക് സാക്ഷി നിൽക്കാൻ എന്നെ കിട്ടൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യഅ്ദിലു ബൈന ഔലാദിക്കും ഹൽ യസുറുക അൻ യകൂനു ലക ഫിൽ ബിർരി സവാ, നിന്നോടുള്ള കടപ്പാടിൽ മക്കളെല്ലാവരും ഒരേമാതിരി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നീ അങ്ങോട്ടും അങ്ങനെ ചെയ്തോ. അതുകൊണ്ട് ജീവിതകാലത്ത് വാപ്പ മക്കൾക്ക് വീതം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് ഇഷ്ടദാനം എന്നാണ് പറയുക. അവിടെ വിവേചനം പാടില്ല. എന്നാൽ ബാക്കിയുള്ള മക്കളൊക്കെ പറഞ്ഞു നിൽക്കുക, വാപ്പ ഞങ്ങൾക്കൊക്കെ നല്ല നിലക്ക് ജോലിയുണ്ട്, വരുമാനമുണ്ട്, ഓന് കഷ്ടപ്പെട്ടല്ലേ, ഓന് നിങ്ങൾ കൊടുത്തോളി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. എല്ലാവരുടെയും സമവായത്തിലൂടെയും എല്ലാവരുടെയും തൃപ്തിയിലൂടെയും അങ്ങനെ ഏറ്റക്കുറച്ചിലാകുന്നതിന് കുറ്റക്കാരനല്ല വാപ്പ. ആണെങ്കിലാണ് പ്രയാസം. ഇത് എവിടെ പരിഗണിക്കൂല? ഈ കൊടുത്തത് അനന്തരാവകാശത്തിൽ പിന്നീടത് പരിഗണിക്കുകയും ഇല്ല. പിന്നെ വിൽപത്രം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ചില ആളുകൾ ഇങ്ങനെ എഴുതി വെക്കും, മരണം വരെ എൻ്റേതായിരിക്കും, എൻ്റെ മരണശേഷം എന്നെ ആക്ക്
ഇതിനൊന്നും ഇസ്ലാമിൽ ഒരു വിലയില്ല, ഇന്ത്യയിലെ പേഴ്സണൽ ലോയിലും ഒരു വിലയില്ല. കാരണം അനന്തരാവകാശികൾക്ക് വസിയത്ത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ലാ വസിയത്ത് ലി വാരിസിൻ, അനന്തരാവകാശികൾക്ക് വസിയത്ത് ഇല്ല, പാടില്ല. അത് ഇജ്മാഉള്ള കാര്യമാണ്. അപ്പൊ ഈ സ്വത്തിൽ നിന്ന് ചില മക്കൾക്കൊക്കെ വസിയത്ത് ചെയ്ത് കൊടുക്കില്ല, അത് പറ്റൂല. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞിക്കാം, തറവാട് ചെറിയ മോനാണ് കേട്ടോ എന്ന് വാപ്പ എഴുതി വെച്ച് നിൽക്കുക, ഒരു കിട്ടൂല, ഷറയായിട്ട് കിട്ടൂല. എന്നാൽ ബാക്കി ഏട്ടന്മാരൊക്കെ പറഞ്ഞാൽ അത് ഇനി പോനല്ലേ വാപ്പാനെ നോക്കിയത്, വാപ്പ അവിടെ തന്നെയല്ലേ മരിച്ചത്, അത് ഓൻ എടുത്തോട്ടെ എന്നെല്ലാവരും തീരുമാനിച്ചാൽ ഓക്കെ. അവകാശമല്ല, ഔദാര്യമാണ്.